Hi all, welcome to Wings to Win Education. Monopolistic competition. The concept of monopolistic competition put forward by Professor Chamberlain. പ്രൊഫസർ ചാംബർലിനാണ് മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ദി കോൺസെപ്റ്റ് ഓഫ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ പുട്ട് ഫോർവേഡ് ബൈ ജോൺ റോബിൻസൺ. അതേസമയം ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ജോൺ റോബിൻസൺ ആണ്. His concept of monopolistic competition is the blending of competition and monopoly. അതായത് ചാംബർലിൻ മുന്നോട്ട് വെച്ചിട്ടുള്ള മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ ഒരു ബ്ലെൻഡിങ് ആണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെയും മൊണോപോളിയുടെയും ഒരു ബ്ലെൻഡിങ് ആണ് എന്ത് പറയുന്നത്? മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. Monopolistic competition is a market situation where a large number of buyers and sellers buying and selling differentiated products. മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ എന്തിനെയാണ് കാണിക്കുന്നത്? ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും മീറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റ്. ആ മാർക്കറ്റിൽ ഈ ബയേഴ്സും സെല്ലേഴ്സും ബൈ ചെയ്യുകയും സെയിൽ നടത്തുകയും ചെയ്യുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ് ആയിരിക്കും. ഹെറ്ററോജീനിയസ് പ്രോഡക്ട്സ് ആയിരിക്കും, വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്ട്സ് ആയിരിക്കും. ദി ടേം സെല്ലിംഗ് കോസ്റ്റ് ഈസ് ദി മെയിൻ ഫീച്ചർ ഓഫ് ദി മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. അതായത് മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ സെല്ലിംഗ് കോസ്റ്റ് നിലനിൽക്കുന്നുണ്ട്. ദി കോൺസെപ്റ്റ് ഓഫ് സെല്ലിംഗ് കോസ്റ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ചാംബർലിൻ. പ്രൊഫസർ ചാംബർലിൻ തന്നെയാണ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി ഫീച്ചേഴ്സ് ഓഫ് മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. നമ്മുടെ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദർ ഈസ് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. മാർക്കറ്റിൽ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടായിരിക്കും. ദി പ്രോഡക്ട്സ് ഓഫ് ദി സെല്ലേഴ്സ് ആർ ഡിഫറൻഷിയേറ്റഡ് യെറ്റ് ദർ ആർ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഈ ഒരു മാർക്കറ്റിലെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്, മാർക്കറ്റിൽ സെയിൽസ് നടത്തുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ് ആയിരിക്കും. പക്ഷേ എന്തായിരിക്കും? ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും. There is free entry and exit of firms. ഫേംസിൻ്റെ ഫ്രീ എൻട്രിയും എക്സിറ്റും ഉണ്ടായിരിക്കും. ഗോൾ ഓഫ് ദി ഫേം ഈസ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അവിടുത്തെ ഫേംസിൻ്റെ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. ദി പ്രൈസസ് ഓഫ് ഫാക്ടേഴ്സ് ആൻഡ് ടെക്നോളജി ആർ ഗിവൺ. ടെക്നോളജിയും ഫാക്ടേഴ്സിൻ്റെ പ്രൈസസും ഒക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഗിവൺ ആയിരിക്കും. ഡിമാൻഡ് ആൻഡ് കോസ്റ്റ് കർവ് ഫോർ ഓൾ പ്രോഡക്ട്സ് ആർ യൂണിഫോം ത്രൂ ഔട്ട് ദി ഗ്രൂപ്പ്. ആ ഒരു ഗ്രൂപ്പിൻ്റെ മൊത്തം ഡിമാൻഡ് കർവും കോസ്റ്റ് കർവും എന്തായിരിക്കും? യൂണിഫോം കോസ്റ്റ് കർവുകളും യൂണിഫോം ഡിമാൻഡ് കർവും ആയിരിക്കും. ഹാവ് സെല്ലിംഗ് കോസ്റ്റ് ഉണ്ടായിരിക്കും. ഇൻഡിപെൻഡൻറ്റ് ടു അനദർ. ഓരോ ഫേംസും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഒന്നിനോട് ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നിലനിൽക്കുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് ഓരോ ഫേംസും എടുക്കുന്നത്. ദെൻ കോസ്റ്റ് കർവ് ആൻഡ് സെല്ലിംഗ് കോസ്റ്റ്. നമുക്ക് മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ അവരുടെ കോസ്റ്റ് കർവും സെല്ലിംഗ് കോസ്റ്റും ഏത് ഷേപ്പാണ്, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ചാംബർലിൻ ഇൻ ഈസ് മോഡൽ അസ്യൂംഡ് ട്രഡീഷണൽ യു ഷേപ്ഡ് കോസ്റ്റ് കർവ്. ചാംബർലിൻ അസ്യൂം ചെയ്തിട്ടുള്ളത് യു ഷേപ്ഡ് കോസ്റ്റ് കർവ് ആണ്. നമ്മൾ ട്രഡീഷണൽ തിയറി പഠിച്ചപ്പോൾ മാക്സിമം കർവുകളെല്ലാം യു ഷേപ്ഡ് ആണെന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രഡീഷണലിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഒരു യു ഷേപ്ഡ് കോസ്റ്റ് കർവുകളാണ് ചാംബർലിനും അസ്യൂം ചെയ്തിട്ടുള്ളത്. In addition, he introduced a new type of cost known as selling cost. അതിന് പുറമെ അദ്ദേഹം മറ്റൊരു തരത്തിലുള്ള ഒരു കോസ്റ്റും കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? സെല്ലിംഗ് കോസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സെല്ലിംഗ് കോസ്റ്റ് ഇൻക്ലൂഡ് ഓൾ ദി എക്സ്പെൻസസ് ദാറ്റ് ആർ ഇൻറ്റൻഡഡ് ടു പ്രൊമോട്ട് ദി സെയിൽസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻകർ ചെയ്യുന്ന എല്ലാ എക്സ്പെൻസസിനെയും സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയാം. നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് പോലുള്ള സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം എക്സ്പെൻസസ് ഇൻകർ ചെയ്തുവോ ആ എക്സ്പെൻസസ് എല്ലാം ഏതിൽ വരും? സെല്ലിംഗ് കോസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റിൽ വരും. ഹി ആർഗ്യൂഡ് ദാറ്റ് സെല്ലിംഗ് കോസ്റ്റ് കർവ് ഈസ് യു ഷേപ്ഡ് വൺ. അദ്ദേഹം പറയുന്നത് സെല്ലിംഗ് കോസ്റ്റ് കർവ് ഏത് ഷേപ്പിലാണ്? യു ഷേപ്പിലാണ് ഉള്ളത്. The U-shaped selling cost added to the U-shaped production cost yield a U-shaped ATC curve. ഈ U-shaped ഉള്ള സെല്ലിംഗ് കോസ്റ്റ് കർവ് U-shaped ആയിട്ടുള്ള പ്രൊഡക്ഷൻ കോസ്റ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് U-shaped ആയിട്ടുള്ള ആവറേജ് ടോട്ടൽ കോസ്റ്റ് ലഭിക്കും. ഇതാണ് നമ്മുടെ സെല്ലിംഗ് കോസ്റ്റ് കർവ്. ഒരു U-shaped ആയിട്ടുള്ള ഒന്നാണ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്.
Then product differentiation and demand curve. Product differentiation demand curve. A downward falling demand curve was first introduced in economic theory by Straffa. സ്ട്രാഫയാണ് ഡൗൺവേർഡ് ഫോളിംഗ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് കർവ് ഫസ്റ്റ് ആയിട്ട് ഇക്കണോമിക്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. Yet it was Chamberlain who elaborated the product differentiation to the pricing and ഔട്ട്പുട്ട് ഡിസിഷൻസ്. ദെൻ ഈ ഒരു പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് പ്രൈസിങ്ങിലേക്കും ഔട്ട്പുട്ടിലേക്കും വേണ്ടിയിട്ട് ഇലാബറേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ആരാണ്? ചാംബർലിനാണ്. ഡിമാൻഡ് കർവ് ഓഫ് എ മൊണോപോളിസ്റ്റിക് കോമ്പറ്റേറ്റീവ് ഫേം സ്ലോപ്പ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് ഹൈലി ഇലാസ്റ്റിക് ബട്ട് നോട്ട് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മൊണോപോളിസ്റ്റിക് കോമ്പറ്റേറ്റീവ് ഫേമിൻ്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പാണ്. ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് സ്ലോപ്പാണ്, മുകളിൽ നിന്നും താഴേക്ക് ചരിഞ്ഞിട്ടാണ്. പക്ഷെ അത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അല്ല, ഹൈലി ഇലാസ്റ്റിക് ആണ് താനും. നമ്മുടെ മൊണോപോളിസ്റ്റിൻ്റെ ഡിമാൻഡ് കർവും ഫ്രം ലെഫ്റ്റ് ടു റൈറ്റിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരുന്നു, മുകളിൽ നിന്നും താഴേക്ക് ചെരിഞ്ഞതായിരുന്നു. പക്ഷെ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിലും മൊണോപോളിയിലുമുള്ള ഡിമാൻഡ് കർവിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മൊണോപോളിയിലെ ഡിമാൻഡ് കർവിനേക്കാളും ഇലാസ്റ്റിസിറ്റി കൂടുതലുള്ള ഡിമാൻഡ് കർവാണ് എവിടെയുള്ളത്? മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഉള്ളത്. ഒരു മൊണോപോളിസ്റ്റിക് കോമ്പറ്റേറ്റീവ് ഫേമിൻ്റെ ഡിമാൻഡ് കർവ് ഈസ് ഗ്രേറ്റർ ദാൻ മൊണോപോളിസ്റ്റ്സ് ഡിമാൻഡ് കർവ്. ഒരു മൊണോപോളിസ്റ്റിൻ്റെ ഡിമാൻഡ് കർവിൻ്റെ ഇലാസ്റ്റിസിറ്റിയേക്കാളും കൂടുതലായിട്ടുള്ള ഇലാസ്റ്റിസിറ്റി ആയിരിക്കും മൊണോപോളിസ്റ്റിക് കോമ്പറ്റേറ്റീവ് ഫേമിൻ്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഇക്വിലിബ്രിയം ലെവൽ എങ്ങനെയാണെന്ന് നോക്കാം. Various firms under monopolistic competition produce products which are close substitutes of each other. The elasticity of the demand curve for the product of any of them depend upon the availability of the competing substitutes and their price. അപ്പം ഇലാസ്റ്റിസിറ്റി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? കോമ്പീറ്റിംഗ് സബ്സ്റ്റിറ്റ്യൂട്ട്സിനെയും അതിൻ്റെ പ്രൈസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തിരിക്കുന്നത്? ഇലാസ്റ്റിസിറ്റി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ലോങ് റൺ ഇക്വിലിബ്രിയം നമുക്ക് വ്യത്യസ്തമായിട്ടൊന്ന് ചർച്ച ചെയ്യാം. ഫസ്റ്റ്, ഷോർട്ട് റൺ ഇക്വിലിബ്രിയം. ദി ഷോർട്ട് റൺ അനാലിസിസ് ഓഫ് ദി ഫേം അണ്ടർ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി ഫോളോയിങ് അസംഷൻസ്. നമ്മുടെ കുറഞ്ഞ അസംഷൻസിൻ്റെ ബേസിലാണ് ഷോർട്ട് റൺ ഇക്വിലിബ്രിയം നിലനിൽക്കുന്നത്. എന്തൊക്കെയാണ് അസംഷൻസ്? നമ്പർ ഓഫ് സെല്ലേഴ്സ് ആർ ലാർജ് ആൻഡ് ദേ ആക്ട് ഇൻഡിപെൻഡൻ്റ്ലി ഈച്ച് അതർ. നമ്പർ ഓഫ് സെല്ലേഴ്സ് ലാർജ് ആണ്, അവർ ഇൻഡിപെൻഡൻ്റ്ലി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. രണ്ട് ഫേംസും തമ്മിൽ ഡിസിഷൻസിലൊന്നും ഡിപ്പെൻഡൻ്റ് അല്ല എന്നുള്ളതാണ്. ദെൻ പ്രോഡക്റ്റ് ഓഫ് ഈച്ച് സെല്ലർ ഈസ് ഡിഫറൻഷിയേറ്റഡ് ഫ്രം അതർ പ്രോഡക്ട്സ്. ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് അവർ സെയിൽ നടത്തുന്നത്. ഫേം ഹാസ് ഡിറ്റർമിനേറ്റ് ഡിമാൻഡ് കർവ് വിച്ച് ഈസ് ഇലാസ്റ്റിക്. ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനേറ്റ് ഡിമാൻഡ് കർവ് ഫേമിന് ഉണ്ടായിരിക്കും. ദി കണ്ടീഷൻ ഓഫ് ദി ഷോർട്ട് റൺ ഇക്വിലിബ്രിയം. ഷോർട്ട് റൺ ഇക്വിലിബ്രിയം എന്താണ്? ഇക്വിലിബ്രിയം സാറ്റിസ്ഫൈ ചെയ്യുന്നതിനുള്ള കണ്ടീഷൻ എന്താണ്? MR ഈസ് ഈക്വൽ ടു MC. MRും MCയും ഈക്വൽ ആവണം. ദെൻ MC മസ്റ്റ് കട്ട്സ് MR ഫ്രം ബിലോ. MC MRനെ താഴെ നിന്നും കട്ട് ചെയ്യണം. ഇൻ ദി ഷോർട്ട് റൺ ഫേം ഏൺസ് നോർമൽ പ്രോഫിറ്റ്സ് ഓർ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്സ് ഓർ ലോസ്. ഷോർട്ട് റണ്ണിൽ ഒരു ഫേം ഒന്നെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാം, അല്ലെങ്കിൽ ലോസും ഏൺ ചെയ്യാം. ഇത്തരത്തിൽ 3 സിറ്റുവേഷനെയും ഒരു ഷോർട്ട് റൺ മൊണോപോളിസ്റ്റിക് കോമ്പറ്റേറ്റീവ് ഫേം ഫേസ് ചെയ്തെന്ന് വരാം. Given the assumptions, each firm fixes such prices and output which maximizes its profit. ഇത്തരത്തിലുള്ള തന്നിട്ടുള്ള അസംഷൻ്റെ ബേസിൽ നിന്നും അവർ പ്രൈസും ഔട്ട്പുട്ടും എങ്ങനെ ഫിക്സ് ചെയ്യും? ഏത് പ്രൈസിലും ഔട്ട്പുട്ടിലുമാണ് അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത്, അത്തരം പ്രൈസും ഔട്ട്പുട്ടുമായിരിക്കും അവർ ഫിക്സ് ചെയ്യുന്നത്. The equilibrium price and output is determined at a point where the short-run marginal cost equals marginal revenue. Short-run marginal costഉം മാർജിനൽ റവന്യൂവും ഈക്വൽ ആവുന്ന പോയിന്റ് ആണെന്ത്? ഇക്വിലിബ്രിയം പോയിന്റ് ആയിട്ട് അവർ സെറ്റ് ചെയ്യുന്നത്. ഈ ഫിഗർ എന്ത് കാണിക്കുന്നു? നമ്മുടെ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം കാണിക്കുന്നു. ഇൻ ദി അബോവ് ഫിഗർ SMC കട്ട്സ് ദി MR അറ്റ് E. എന്ന് പറയുന്ന പോയിന്റിലാണ് SMC MRനെ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് MR ഈസ് ഈക്വൽ ടു MC സംഭവിക്കുന്നത് ഏത് പോയിന്റിലാണ്? E എന്ന് പറയുന്ന പോയിന്റിലാണ്. ദിസ് ഇക്വിലിബ്രിയം പോയിന്റ് എസ്റ്റാബ്ലിഷസ് ദി പ്രൈസ് QA ആൻഡ് ഔട്ട്പുട്ട് OQ. ഇത് OQ എന്ന് പറയുന്ന ഔട്ട്പുട്ട് OP എന്ന് പറയുന്ന പ്രൈസിലാണ് ഇവിടെ സെയിൽസ് നടത്തുന്നത്. പ്രൈസ് എങ്ങനെ കിട്ടും?
ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്നും ഡിമാൻഡ് കർവിലേക്ക് നേരെ സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ നമുക്ക് പ്രൈസ് കിട്ടും. ഡിമാൻഡ് കർവിന് MR ഈക്വൽ ടു MCക്ക് എത്രയാണോ ഈക്വൽ ആയിട്ടുള്ള ഡിമാൻഡ്, ആ ഡിമാൻഡിലാണ് എന്ത് തീരുമാനിക്കുന്നത്, പ്രൈസ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് OP ആണ് പ്രൈസ്, OK ആണ് ഔട്ട്പുട്ട്. ആസ് എ റിസൾട്ട് ദി ഫേം ആൻഡ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്സ് ബൈ ദി ഏരിയ PABC. PABC എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ മൊണോപോളിസ്റ്റിക് കോമ്പറ്റേറ്റീവ് ഫേമിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണ് ഏൺ ചെയ്യുന്നത്. കാരണം SAC എന്ന് പറയുന്നത് താഴെയാണ്, AC-നേക്കാളും കൂടുതലാണ് AR. ഡിമാൻഡ് കർവ് തന്നെയാണ് എന്ത്, AR-നെയും കാണിക്കുന്നത്. അതുകൊണ്ട് B എന്ന് പറയുന്നത് അത്രയാണ് കോസ്റ്റ്, A എന്ന് പറയുന്നതാണ് നമ്മുടെ റവന്യൂ. അപ്പോൾ B ഈ ഒരു ഏരിയ, ഈ ടോട്ടൽ റവന്യൂ എത്രയാണ്, OPAQ ആണ്. അതിൽ നിന്നും ടോട്ടൽ കോസ്റ്റ് ആയിട്ടുള്ള OCBQ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, APBC എന്ന് പറയുന്ന ഒരു ഏരിയ കിട്ടും. ഇതാണ് ഈ റെക്റ്റാങ്കിൾ ആണ് എന്തിനെ കാണിക്കുന്നത്, നമ്മുടെ പ്രോഫിറ്റിനെ കാണിക്കുന്നത്. The below figure indicate the same equilibrium point price and output. In this case, firm just covers its SRAC as represented by the tangency of demand curve and the SRACA. It earns just normal profit. ഇവിടെ ഇതും മൊണോപോളിസ്റ്റിക് കോമ്പറ്റേറ്റീവ് ഫേമിൻ്റെ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം പോയിന്റ് ആണ് കാണിക്കുന്നത്, സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ഇവിടെ എന്താണ്, ഫേം നോർമൽ പ്രോഫിറ്റ് ആണ് ഏൺ ചെയ്യുന്നത്. കാരണം AC = AR ആണ്, ഇയിലാണ് ഇക്വിലിബ്രിയം സംഭവിക്കുന്നത്. അതിന് നേരെ അതിൻ്റെ AR-ഉം AC-യും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഫേം ഇവിടെ നോർമൽ പ്രോഫിറ്റ് ആണ് ഏൺ ചെയ്യുന്നത്. ഇനി the below figure indicates the situation where the firm is not able to cover its SRAC and therefore incur losses. ഇവിടെ AC പോലും ആവറേജ് കോസ്റ്റ് പോലും കവർ ചെയ്യാൻ കഴിയുന്നില്ല. കാരണം AR താഴെയാണ്, ഇക്വിലിബ്രിയത്തിന് സമാനമായിട്ടുള്ള AR താഴെയാണ്, AC ആണ് മുകളിൽ. AC ഗ്രേറ്റർ ദാൻ AR ആണ്. AC നമ്മുടെ കോസ്റ്റ് ആണ് കൂടുതൽ. OCBQ എന്ന് പറയുന്നതാണ് കോസ്റ്റ്, OPAQ എന്ന് പറയുന്നതാണ് നമ്മുടെ റവന്യൂ. OCBQവിൽ നിന്നും OPAQ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, PCBA കിട്ടും. ഇതാണ് നമ്മുടെ ലോസ് ഏരിയ എന്ന് പറയുന്നത്. ദി ഇക്വാളിറ്റി ഓഫ് MR ആൻഡ് MC ഓൺലി കവേഴ്സ് ദി ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ദി ടാൻജൻസി ഓഫ് ദി ഡിമാൻഡ് കർവ് ആൻഡ് AVC അറ്റ് A മാർക്കറ്റ് ഈസ് എ ഷട്ട് ഡൗൺ പോയിന്റ്. നമ്മുടെ ഷോർട്ട് ടേൺ ആവറേജ് വാരിയബിൾ കോസ്റ്റ് ഡിമാൻഡ് കർവിന് ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇവിടെ വാരിയബിൾ കോസ്റ്റ് മാത്രമേ കവർ ചെയ്യാൻ കഴിയുന്നുള്ളൂ A എന്ന് പറയുന്ന പോയിന്റിൽ. ഈ പോയിന്റാണ് ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് അറിയപ്പെടുന്നത്. ഷോർട്ട് ടേൺ ആവറേജ് വാരിയബിൾ കോസ്റ്റ് ഡിമാൻഡ് കർവിനെ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റിനെയാണ് ആവറേജ് വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. If the firm lowers the price below QA, it will have to stop further production. At this point, firm incur the losses of the area CBAP. അതായത് ഈ OP എന്ന് പറയുന്ന പ്രൈസ് ആണ് ആ ഫേമിന് മിനിമം ചാർജ് ചെയ്യാൻ കഴിയും. ഇനി ഇതിലും കുറഞ്ഞൊരു പ്രൈസ് ആ ഫേമിൽ ചാർജ് ചെയ്താൽ ഒരിക്കലും അവർക്ക് അതിജീവിച്ചു പോകാൻ, അവരുടെ ഫേമിനെ, അവരുടെ ബിസിനസ്സിനെ അതിജീവിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ആ OP എന്ന് പറയുന്ന പ്രൈസിന് താഴെ പ്രൈസ് ഫിക്സ് ചെയ്താൽ, ഈ ഒരു ഏരിയക്ക് താഴെ പോയാൽ എന്ത് ചെയ്യേണ്ടി വരും, ആ ഫേം ഷട്ട് ഡൗൺ ചെയ്ത് പോവേണ്ടതായിട്ട് വരും. Next, long run equilibrium. In the long run, the adjustment process may take place in two ways. With entry open, with entry blocked. Long run adjustment process രണ്ട് രീതിയിലാണ് വരുന്നത്. എൻട്രി ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫേമിലും എൻട്രി ബ്ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലും. The condition of long run equilibrium are AR is equal to AC is equal to P. ഒന്ന് AR is equal to AC is equal to P ആണ്. Second one P greater than MC. P എന്താണ്, MC-നേക്കാളും കൂടുതലാണ്. Then MR is equal to MC എന്ന് പറയുന്ന ഒരു കോമൺ കണ്ടീഷൻ. In the long run, firm earns only the normal profit. ലോങ് റണ്ണിൽ എന്താ ചെയ്യുന്നുള്ളൂ, ഫേം നോർമൽ പ്രോഫിറ്റ് മാത്രമേ അച്ചീവ് ചെയ്യുന്നുള്ളൂ. വിത്ത് ഓപ്പൺ എൻട്രി ആയിട്ടുള്ള സമയത്ത് എന്താണെന്ന് നോക്കാം. Assuming entry and exit of firms in a monopolistic competitive industry as under pure competition, the adjustment process will ultimately lead to the existence of only normal profits. ഇപ്പോൾ മൊണോപോളിസ്റ്റിക് കോമ്പറ്റേറ്റീവിലെ ഫേമുകളുടെ എൻട്രിയും എക്സിറ്റും ഏതിന് സമാനമാണ്, പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫേമിന് സമാനമാണ്. അതുകൊണ്ട് തന്നെ ലോങ് റണ്ണിൽ അവർ എന്തേ നേടുന്നുള്ളൂ, നോർമൽ പ്രോഫിറ്റ് മാത്രമേ നേടുന്നുള്ളൂ. ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് നിലനിൽക്കുന്നുണ്ട്. This is a realistic consumption for the long run. No firm can
earn either supernormal profits or incur losses since each produces a similar product. സൂപ്പർ നോർമൽ പ്രോഫിറ്റോ ലോസസോ എവിടെ സംഭവിക്കുന്നില്ല? ലോങ് റണ്ണിൽ സംഭവിക്കുന്നില്ല. ഈ ഫേംസ് ഇൻ ദി മൊണോപോളിസ്റ്റിക് കോമ്പറ്റേറ്റീവ് ഇൻഡസ്ട്രി ആർ ഏണിംഗ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്സ്, ന്യൂ ഫേംസ് വിൽ ബി അട്രാക്റ്റഡ് ഇൻ ടു ഗ്രൂപ്പ്. അഥവാ ഒരു മൊണോപോളിസ്റ്റിക് കോമ്പറ്റേറ്റീവ് ഫേം ലോങ് റണ്ണിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കൂടുതൽ ഫേംസിനെ അത് അട്രാക്ട് ചെയ്യുകയും കൂടുതൽ ഫേംസ് ആ ഒരു രംഗത്തേക്ക് കടന്നു വരികയും ചെയ്യും. With the entry of new firms, the existing market is divided among more sellers so that each firms will sell less quantities of the product than before. അതുകൊണ്ട് തന്നെ ആ ഒരു സെയിൽസ് വോളിയം എന്ത് ചെയ്യും? നിലനിൽക്കുന്ന സെയിൽസ് വോളിയം കൂടുതലായിട്ട് ഫേംസ് വരും തോറും എന്ത് ചെയ്യേണ്ടി വരും? ഡിവൈഡ് ചെയ്ത് പോവേണ്ടി വരും. അപ്പോൾ ഓരോ ഫേംസിനും ലഭിക്കുന്ന സെയിൽസ് വോളിയം എന്ന് പറയുന്നത് കുറവായിരിക്കും. ആസ് എ റിസൾട്ട് ദി ഡിമാൻഡ് കർവ് ഫേസ്ഡ് ബൈ ഇൻഡിവിജ്വൽ ഫേം ഷിഫ്റ്റ് ഡൗൺ ടു ദി ലെഫ്റ്റ്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കർവ് എന്ത് ചെയ്യും? ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. At the same time, the entry of new firms will increase the demand for inputs and hence the prices of factor services which will shift the cost curves of individual firms upward. അതിൻ്റെ ഭാഗമായിട്ട് ഇൻപുട്ടിനുള്ള ഡിമാൻഡ് കൂടുകയും ഇൻപുട്ട് ഫാക്ടേഴ്സിൻ്റെ പ്രൈസസ് കൂടുകയും കോസ്റ്റ് കർവുകൾ അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. This two-phase adjustment process of lowering the demand curve and rising the cost curves will squeeze out supernormal profits. ഇതെന്ത് ചെയ്യുന്നുണ്ട്? സൂപ്പർ നോർമൽ പ്രോഫിറ്റ്സിനെ ഇല്ലാണ്ടാക്കും. ഏതൊക്കെയാണ്? ഡിമാൻഡ് കർവ് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, കോസ്റ്റ് കർവുകൾ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. എവിടെ? ഇൻ ദി ലോങ് റണ്ണിലെ ഫേമുകളുടെ എൻട്രി ഫ്രീ ആണ് എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇത് സൂപ്പർ നോർമൽ പ്രോഫിറ്റിനെ സ്ക്യൂസ് ഔട്ട് ചെയ്യും. Thus each firms will be earning only normal profits in the long run. അതുകൊണ്ട് തന്നെ ഓരോ ഫേമിനും എന്ത് ചെയ്യാനാവൂ? നോർമൽ പ്രോഫിറ്റ് മാത്രമേ ലോങ് റണ്ണിൽ അച്ചീവ് ചെയ്യാനാവൂ. Before the entry of new firms, the demand and cost condition of the firm are represented in figure below, where it sells OQ quantity of the product at a Q price and earns PABC extra profits. ഇനി OQ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഈ ഒരു ഫേം OP എന്ന് പറയുന്ന പ്രൈസിൽ വിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് താഴെയാണ്, ഡിമാൻഡ് AR കൂടുതലാണ്. അപ്പം ഈ CPB ഇത്രയുള്ള OC എന്ന് പറയുന്നതാണ് കോസ്റ്റ്, OP എന്ന് പറയുന്നതാണ് റവന്യൂ. അപ്പോൾ OPയിൽ നിന്നും OC മൈനസ് ചെയ്താൽ ഈ CP എന്ന് പറയുന്ന ഈ ഒരു ഏരിയ, ടോട്ടൽ ഏരിയ CPAB എന്ന് പറയുന്ന പ്രോഫിറ്റ് ലഭിക്കും. ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കുമെന്ന് When new firms enter the group, the demand curve of the firm shifts downward to D1 and the long run marginal and average cost curve shift upward as LMC1 and LAC1 as shown in figure. In this situation, each firm produced less than before and also sells at a lower price with the result that further entry into the industry is stopped. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കർവ് D1 ആയിട്ട് എന്ത് ചെയ്യും? താഴേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും LAC1 മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഡിമാൻഡ് കർവും LAC1ഉം എവിടെ കൂട്ടിമുട്ടും? A1 എന്ന് പറയുന്ന പോയിന്റിൽ കൂട്ടിമുട്ടും. അതുകൊണ്ട് തന്നെ എൻട്രി എന്ത് ചെയ്യും? പിന്നീട് ബ്ലോക്ക് ചെയ്യും. കാരണം റവന്യൂവും കോസ്റ്റും ഈക്വൽ ആയിട്ടാണ് വരുന്നത്. നോർമൽ പ്രോഫിറ്റാണ് അങ്ങനെ അച്ചീവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻട്രി ബ്ലോക്ക്ഡ് ആവും. If firms cannot earn extra profits in monopolistic competition, they cannot incur losses either. In such a situation, the losing firms will leave the industry. ഇനി ലോസ് ആണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർ ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും ലീവ് ചെയ്തിട്ട് പോകും. സപ്ലൈ വിൽ ബി റെഡ്യൂസ്ഡ് ആൻഡ് പ്രൈസ് വിൽ ഗോ അപ്പ്. അതുകൊണ്ട് തന്നെ സപ്ലൈ കുറയുകയും പ്രൈസ് ഉയരുകയും ചെയ്യും. ഓൺ ദി അതർ സൈഡ്, റിസോഴ്സസ് വിൽ ബിക്കം അബൻഡന്റ് വിത്ത് ദി exist of firms and they will become cheaper, cost will fall. Ultimately, a rise in prices and reduction in cost will eliminate losses. മറ്റൊരു രീതിയിൽ ഡിമാൻഡ് കുറഞ്ഞാൽ, അതായത് സപ്ലൈ കുറഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും? ഫാക്ടേഴ്സിൻ്റെ അബൻഡൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഫാക്ടറി പ്രൈസസ് കുറയും, കോസ്റ്റ് കർവ് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും, അതായത് കോസ്റ്റുകളൊക്കെ ഫോൾ ചെയ്യും. Ultimately, a rise in price and a reduction in cost will eliminate losses. ഇത്തരത്തിൽ പ്രൈസ് കൂടുകയും കോസ്റ്റ് കുറയുകയും ചെയ്യുമ്പോൾ ലോസസ് എന്ത് ചെയ്യും? താനെ എലിമിനേറ്റ് ആവപ്പെടും. ദിസ് ലോങ് റൺ ഇക്വിലിബ്രിയം അനാലിസിസ് അണ്ടർ monopolistic competition reveals one important fact that each firm and the entire industry will not produce optimum output.
ഒരു മൊണോപോളിസ്റ്റിക് ഫേം എന്ത് ചെയ്യുന്നില്ല, ഒപ്റ്റിമം ഔട്ട്പുട്ട്, മൊണോപോളിസ്റ്റിക് കോമ്പറ്റേറ്റീവ് ഫേം ഒപ്റ്റിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ദർ വിൽ ഓൾവേസ് ബി എക്സസ് കപ്പാസിറ്റി. അവിടെ എന്തായിരിക്കും, എപ്പോഴും ഒരു എക്സസ് കപ്പാസിറ്റി അവിടെ നിലനിൽക്കും. The point of tangency between the demand curve D1 and the LAC1 curve is not at the lowest level L. ഈ LACയുടെ ലോവർ ലെവൽ L എന്ന് പറയുന്ന പോയിന്റിലാണ്. അതായത് ഈ L എന്ന് പറയുന്ന പോയിന്റിലാണ് LMC എന്ത് ചെയ്യുന്നത്, LACനെ ഇന്റർസെക്ട് ചെയ്ത് പോകുന്നത്. ഈ ഒരു LMC എപ്പോഴും LACയുടെ മിനിമം പോയിന്റിലായിരിക്കും ഇന്റർസെക്ട് ചെയ്ത് പോകുന്നത്. പക്ഷെ പ്രൊഡക്ഷൻ നടക്കുന്നത് ഈ L എന്ന് പറയുന്ന പോയിന്റിലല്ല. റാദർ L ഈസ് ടു ദി റൈറ്റ് ഓഫ് ദി പോയിന്റ് ഓഫ് ടാൻജൻസി A1. A1 എന്ന് പറയുന്ന പോയിന്റിലാണ് എന്ത് നടക്കുന്നത്, പ്രൊഡക്ഷൻ നടക്കുന്നത്. A1 എന്ന് പറയുന്നത് A1ന്റെ റൈറ്റ് ആയിട്ടാണ് L സ്ഥിതി ചെയ്യുന്നത്. This is because the demand curve D1 is not horizontal but slopes downward to the right. This each firm under monopolistic competition has utilized capacity even in the long run. ഈ A1 to L എന്ന് പറയുന്നതാണ് എന്ത്, എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ L എന്ന് പറയുന്ന പോയിന്റ് വരെ ഈ ഒരു പ്ലാന്റിനെ അല്ലെങ്കിൽ ഫാക്ടറിനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന്, മാക്സിമം യൂസ് ചെയ്യുന്നതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ അവർ ആ ഒരു ഫുള്ള് കപ്പാസിറ്റീനെ യൂസ് ചെയ്തിട്ടില്ല. ഒരു എക്സസ് കപ്പാസിറ്റി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ എക്സസ് കപ്പാസിറ്റിയുടെ ഒരു അളവാണ് A1 to L എന്ന് പറയുന്നത്. ഒരു എക്സസ് കപ്പാസിറ്റി എപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ടാവും, ഒരു മോണോപോളിസ്റ്റിക് കോമ്പറ്റേറ്റീവ് ഫേമിൽ നിലനിൽക്കുന്നുണ്ടാവും. വിത്ത് എൻട്രി ക്ലോസ്ഡ്. ഇനി എൻട്രി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫേമിൽ എങ്ങനെയാണെന്ന് നോക്കാം. എൻട്രി ക്ലോസ് ആയിട്ടുള്ള ഒരു ഫേമിലേക്ക് എന്ത് ചെയ്യാനാവില്ല, പെട്ടെന്ന് തന്നെ ഫേംസിന് കടന്നു ചെല്ലാനാവില്ല. ലോങ് റൺ അഡ്ജസ്റ്റ്മെന്റ് അണ്ടർ monopolistic competition also take place with entry closed for new firms into the industry. This may be due to deliberate collusion by the existing firms or the result of market changes. ഇത്തരത്തിലൊരു എൻട്രി ബ്ലോക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, ഈ ഒരു മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫേംസിന് തമ്മിലുള്ള ഒരു നെഗോസിയേഷനോ ഒരു കൊലൂഷനോ കാരണമായിരിക്കാം. First, the monopolistic competitive producers may form a powerful association. അവരെന്ത് ചെയ്യും, മൊണോപോളിസ്റ്റിക് കോമ്പറ്റേറ്റീവ് ഫേംസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഒരു പവർഫുൾ അസോസിയേഷൻ ഫോം ചെയ്യും. Assure the government of a regular supply of product at a reasonable price consistent with some extra profits and thus block the entry of new firms. അതുവഴി എന്ത് ചെയ്യും, അവർ ഒരു റീസണബിൾ പ്രൈസിൽ സപ്ലൈ നടത്തിയിട്ട് ന്യൂ ഫേംസിൻ്റെ എൻട്രിയെ അവർ ബ്ലോക്ക് ചെയ്യും. There being no threat of entry of new firms. അപ്പോൾ അവിടെ എന്ത് നിലനിൽക്കില്ല, ന്യൂ ഫേംസിൻ്റെ എൻട്രിയുടെ ആ ഒരു ത്രെട്ട് അവിടെ നിലനിൽക്കില്ല. Each firms will have that price output combination which brings in maximum profits. എല്ലാ ഫേംസും അവരുടെ പ്രോഫിറ്റ് മാക്സിമം എത്തുന്ന ഒരു പ്രൈസ് ഔട്ട്പുട്ട് കോമ്പിനേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. Such a profit maximization combination is brought about by the equality of long run marginal cost curve and MR curve. ആ ഒരു ഇക്വാലിറ്റി എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, MR curveവും MC curveവും ലോങ് റണ്ണിൽ ഈക്വൽ ആവുന്ന ഒരു പോയിന്റാണ് എന്തായിട്ട് കാണുന്നത്, ആ ഒരു ഇക്വാലിറ്റി പോയിന്റ് കൊണ്ടുവരുന്നത്. Theory of excess capacity. The concept of excess capacity is not of recent origin. Theory of Chamberlain's monopolistic competition and John Robbins' imperfect competition have revealed that a firm under monopolistic competition or imperfect competition in long run equilibrium produces an output which is less than socially optimum or ideal output. അതായത് റോബിൻസണും ചാംബർലിനും എല്ലാം പറയുന്നത് എന്താണ്, ഒരു മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ അല്ലെങ്കിൽ ഒരു ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ലോങ് റണ്ണിൽ ഒരിക്കലും ഒരു ഫേം അവരുടെ ഒപ്റ്റിമം ഔട്ട്പുട്ട് ആയിരിക്കില്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ LACയുടെ മിനിമം പോയിന്റിലായിരിക്കില്ല അവരെന്ത് നടത്തുന്നത്, പ്രൊഡക്ഷൻ നടത്തുന്നത്. ദിസ് മീൻസ് ദാറ്റ് ഫേംസ് ഓപ്പറേറ്റ് അറ്റ് ദി പോയിന്റ് ഓൺ ദി ഫോളിംഗ് പോർഷൻ ഓഫ് ദി LRAC. അവരുടെ ലോങ് റൺ ആവറേജ് കോസ്റ്റിൻ്റെ ഫോളിംഗ് പോർഷനിലായിരിക്കും ഓരോ ഫേമും ലോങ് റണ്ണിലെ പ്രൊഡക്ഷൻ നടത്തുന്നത്. That is, they do not produce the level of output at which long run average cost is minimum. ആവറേജ് കോസ്റ്റ് മിനിമം ആവുന്ന പോയിന്റിൽ അല്ല അവർ പ്രൊഡക്ഷൻ നടത്തുക. Long run equilibrium of a firm under monopolistic competition is achieved when the demand curve tanges the LRAC so that ends only normal profit. ഒരു
മൊണോപോളിസ്റ്റിക് കോമ്പറ്റേറ്റീവ് ഫേം ലോങ് റണ്ണിൽ നോർമൽ പ്രോഫിറ്റ് മാത്രമേ അച്ചീവ് ചെയ്യുന്നുള്ളൂ. കാരണം അവരുടെ ഇക്വിലിബ്രിയം ലോങ് റണ്ണിൽ സംഭവിക്കുന്നത് എവിടെയാണ്? ഡിമാൻഡ് കർവും LRACയും ടാൻജന്റ് ചെയ്യുന്ന പോയിന്റാണ്. അതായത് ഡിമാൻഡ് കർവ് AR കർവും കൂടെ ആയതുകൊണ്ട് ACയും ARഉം ഈക്വൽ ആവും. അതുകൊണ്ട് തന്നെ നോർമൽ പ്രോഫിറ്റ് ആണ് ലോങ് റണ്ണിൽ ഒരു ഫേം അച്ചീവ് ചെയ്യുന്നത്. Under such circumstances, firms can reduce average cost by expanding output to the minimum level of long run average cost. ഇത്തരം ഒരു സർക്കംസ്റ്റാൻസസിൽ ഒരു ഫേം എങ്ങനെയാണ് അവരുടെ ആവറേജ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നത്? എക്സ്പാൻഡിങ് ഔട്ട്പുട്ട് ടു ദി മിനിമം ലെവൽ ഓഫ് ലോങ് റൺ ആവറേജ് കോസ്റ്റ്. അവരുടെ ഔട്ട്പുട്ടിനെ മിനിമം ആവറേജ് കോസ്റ്റ് ലെവലിലേക്ക് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടാണ് അവർ എന്ത് റെഡ്യൂസ് ചെയ്യുന്നത്? ആവറേജ് കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുന്നത്. The existence of excess capacity under imperfect or monopolistic competition can be understood from figure. The below depicts figure the long-run position of a perfectly competitive firm which is in long-run equilibrium at that level of output or in corresponding to which long-run average cost is minimum. ശരിക്കും LAC എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിന്റെ മിനിമം പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഒപ്റ്റിമം കപ്പാസിറ്റിയിൽ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇവിടെ ON എന്ന് പറയുന്ന ഔട്ട്പുട്ടിലാണ് എന്ത് സംഭവിക്കുന്നത്? ഒപ്റ്റിമം കപ്പാസിറ്റിയിൽ പ്രൊഡക്ഷൻ നടത്തുന്നത്. It is at output ON that the double condition of long run equilibrium, namely price is equal to MC is equal to AC, is fulfilled. It is thus clear that firms under perfect competition produce the socially ideal output. ഈ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫേമിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രൊഡക്ഷൻ നടത്തുന്നത്. പക്ഷേ ഒരു ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഫേം എവിടെയായിരിക്കും? ഈ ഒരു ഫോളിംഗ് പോർഷനിലായിരിക്കും AR കർവിനെ ടച്ച് ചെയ്യുന്നത്. ഒരിക്കലും മിനിമം പോയിന്റിലല്ല ടച്ച് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു ഫോളിംഗ് പോർഷനിലായിരിക്കും ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ ആവറേജ് റവന്യൂ കർവ് LACനെ ടച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ത് ചെയ്യും? ഒരു നമ്മുടെ എക്സസ് കപ്പാസിറ്റി എപ്പോഴും അവിടെ കീപ്പ് ചെയ്തിരിക്കും. എക്സസ് കപ്പാസിറ്റി അവിടെ നിലനിൽക്കുന്നുണ്ടാവും. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിനും ക്ലാസ്സസിനുമായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡിമാൻഡും നിങ്ങളുടെ കറക്ഷൻസും സജഷൻസും ഒക്കെ മെസ്സേജ് ത്രൂ എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ ലേണിംഗ് വൺസ് അഗൈൻ.